നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 21. അങ്ങനെ തുടർച്ചയായി ഇന്ന് അഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്നലെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായെങ്കിൽ ഇന്ന് ഗ്യാപ് അപ്പ് ഓപ്പണിംഗിന് ശേഷം നേരിയതാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എന്തെല്ലാം കാരണങ്ങളാണ് തുടർച്ചയായി ഇന്ന് അഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിനെ കൺസോളിഡേഷനിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഇന്ന് ഗ്യാപ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും തൽഫലമായി ഇന്ന് നിഫ്റ്റിയിൽ 23,800 എന്ന ശക്തമായ റെസിസ്റ്റൻസ് ലെവലിന് മുകളിലായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ലഭ്യമായെങ്കിലും ആദ്യത്തെ 5 മിനിറ്റിൽ ക്യാൻഡിൽ തന്നെ 23,859 എന്ന ലെവലിൽ വെച്ച് നിഫ്റ്റിക്ക് ഇന്ന് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. പിന്നീട് മാർക്കറ്റിൽ അങ്ങോട്ട് ഇടിവ് തന്നെയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നതും ഉച്ചയ്ക്ക് കൃത്യം 1 മണിയോടുകൂടി 23,596 എന്ന ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തൽഫലമായി 4 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 23,654 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 135 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 122 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഗ്രാസിം ഇൻഡസ്ട്രീസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, അപ്പോളോ ഹോസ്പിറ്റൽസ്, ബജാജ് ഓട്ടോ, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാനായപ്പോൾ ബജാജ് ഫൈനാൻസ്, HUL, ടെക് മഹേന്ദ്ര, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. റിയാലിറ്റി, കൺസ്യൂമർ സെക്ടറുകളിലുള്ള സ്റ്റോക്കുകൾക്ക് ഇന്നും നേട്ടം തുടരുവാനായപ്പോൾ IT, FMCG സ്റ്റോക്കുകൾക്ക് ഇന്നും നഷ്ടം തുടരേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 0.6% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പിന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും 22 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഇന്ത്യൻ രൂപയ്ക്ക് തുടർച്ചയായി 9 ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ നഷ്ടങ്ങൾക്ക് ശേഷം ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി US ഡോളറിനെതിരെ ഇന്നത്തെ ഓപ്പണിംഗ് സെഷൻ തന്നെ 52 പൈസയുടെ നേട്ടത്തോടുകൂടി 96.30 എന്ന ലെവലിലുമായിരുന്നു. നിലവിൽ 96.17 എന്ന നിലയിലാണ് ഇന്ത്യൻ രൂപ വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു, അതായത് അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ പോർട്ടഫോ ഏർണിംഗ്സിന്റെ റിസൾട്ട്. ഇതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കില് 3% നേട്ടവും കൈവരിക്കുവാനായി. തൽഫലമായി സ്റ്റോക്കിന് ഇന്ന് അതിന്റെ ഫ്രഷ് 52 വീക്ക് ഹൈയും ക്രിയേറ്റ് ചെയ്യുവാനായി. ഇന്ന് ഇന്ത്യയിൽ നിന്നും രാവിലെ 10:00 മെയ് മാസത്തെ HSBC കോമ്പോസിറ്റ്, മാനുഫാക്ചറിംഗ്, സർവീസ് PMI തുടങ്ങിയവയുടെ ഫ്ലാഷ് ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. അതിൽ കോമ്പോസിറ്റ് PMIയിൽ ഏപ്രിൽ മാസം 58.2 നിന്നും നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 58.1 ആയിട്ടും മാനുഫാക്ചറിംഗ് PMI 54.7 നിന്നും 54.3 എത്തിച്ചേരുകയും ഉണ്ടായി. തൽഫലമായി 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. അതേസമയം സർവീസ് PMIയിൽ 58.8 നിന്നും 58.9 നേരിയ ഉയർച്ചയും രേഖപ്പെടുത്തി. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് കോമ്പോസിറ്റ്, മാനുഫാക്ചറിംഗ് PMI ഡാറ്റകളിൽ നേരിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തുവാനും ഇടയാക്കിയത്. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1711 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ 1237 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്നും നമ്മുടെ മാർക്കറ്റിനെ കൺസോളിഡേഷനിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. US ഇറാൻ ഡീലിനുള്ള സാധ്യതകൾക്ക് നേരിയ പ്രതീക്ഷ വന്നതിനെ തുടർന്നും കൂടാതെ ഇന്നലെ US മാർക്കറ്റിൽ വേൾഡിലെ തന്നെ നമ്പർ 1 സ്റ്റോക്കായ Nvidia'യുടെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ റവന്യൂവിലുണ്ടായ ശക്തമായ ഉയർച്ചയെ തുടർന്ന് US മാർക്കറ്റുകൾക്ക് ശക്തമായ നേട്ടം കൈവരിക്കുവാനായി. ഇതിനെ തുടർന്ന് ഇന്ന് US മാർക്കറ്റിലുണ്ടായ ഉണർവും കൂടാതെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം എണ്ണയുടെ വിലയിലുണ്ടായ ഇടിവും ഇന്ന് ശക്തമായ ഒരു ഗ്യാപ് അപ്പ് ഓപ്പണിംഗിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിന് സഹായകമായെങ്കിൽ ഇന്ന് മാർക്കറ്റ് ടൈമിൽ പുതിയ റിപ്പോർട്ടുകൾ വരികയുണ്ടായി. അത് നമ്മൾ ഇന്ന് ടെലഗ്രാം ഗ്രൂപ്പിൽ ലൈവായിട്ട് തന്നെ ഷെയർ ചെയ്യുകയും ഉണ്ടായിരുന്നു. രൂപയുടെ മൂല്യം സ്ഥിരപ്പെടുത്തുന്നതിന് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ ലഭ്യമായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പരിഗണിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ്
ഇന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ഇതിനെ തുടർന്ന് ഇനി വരാനിരിക്കുന്ന മോണിറ്ററി പോളിസികളിൽ ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള സാധ്യത വർദ്ധിക്കുകയുണ്ടായി. മാത്രമല്ല ഇനി അടുത്ത മോണിറ്ററി പോളിസിക്ക് ഏകദേശം 2 ആഴ്ച അഥവാ 15 ദിവസങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ജൂൺ 5-നാണ് അടുത്ത മോണിറ്ററി പോളിസി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതും. അതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് അപ്രതീക്ഷിതമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട RBIയുടെ ഈ ഒരു നടപടിയും കൂടാതെ ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു 23,800 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അപ്പർ സൈഡിലേക്ക് ക്രൂഷ്യലായിരുന്നു. കാരണം ഈ ലെവലിലായിട്ടായിരുന്നു നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-ഡേ EMA നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റിക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനെ തുടർന്ന് ഈ ലെവലിന് മുകളിലുള്ള ഒരു ഓപ്പണിംഗ് സാധ്യമായെങ്കിൽ കൂടിയിട്ടും ഉടനീട് തന്നെ മാർക്കറ്റ് ദുർബലപ്പെടുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിച്ചു. മാത്രമല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ലെവലിൽ വളരെ പ്രകടവുമായിരുന്നു. കൂടാതെ ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും 1537.35 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായിരുന്നതും. മാത്രവുമല്ല വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്നുള്ള പ്രതീക്ഷകൾ അനിശ്ചിതത്വത്തിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ഇന്ന് രാവിലെ US പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു, അതായത് ഇറാന്റെ പ്രതികരണത്തിനായിട്ട് അമേരിക്ക കുറച്ച് ദിവസത്തേക്ക് കാത്തിരിക്കുമെന്ന് പ്രസ്താവിച്ചപ്പോൾ അഗാധമായ അവിശ്വാസത്തിനിടയിലാണ് ഇറാനും US തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നതെന്ന് ബഗായി പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയോടുകൂടി വീണ്ടും ചൂടുപിടിച്ച ഇറാൻ US ഡീലിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം നീണ്ടുപോകുന്നതിനാൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ അനുഭവപ്പെടുന്ന അനിശ്ചിതത്വവും നീണ്ടു തന്നെ പോവുകയാണ്. ഇതിനെല്ലാം പുറമെ ഇന്ന് സെൻസെക്സിന്റെ ഈ മാസത്തെ 3ാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയിരുന്നു. എക്സ്പയറിയോടനുബന്ധിച്ച് ട്രേഡേഴ്സിന്റെ ഭാഗത്തു നിന്നുമുള്ള പൊസിഷൻസുകളുടെ സ്കോർ ഓഫ് മൂലവും റോൾ ഓവർ മൂലവും അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. കൂടാതെ തുടർച്ചയായി ഇന്ന് 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യ വിക്സിലും ഇടിവ് രേഖപ്പെടുത്തി, അതായത് 3.36%. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലെ നേരിയ തോതിലുള്ള നഷ്ടം നേരിട്ടെങ്കിൽ നിലവിൽ 0.5% അഥവാ 140 പോയിന്റുകളുടെ നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് 0.5%-അടുത്തും ജർമ്മൻ മാർക്കറ്റ് 0.5%-അടുത്തും നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്ത്യ, ഹോങ്കോങ്, തായ്ലൻഡ്, ചൈനീസ് മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൊമോഡിറ്റിയില് ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%-അടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.5%-അടുത്തും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $104.54 ക്രൂഡ് ഓയിലിന്റെ വില $98.05 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് $4,534.44 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി പവർ, ജയപ്രകാശ് പവർ വെഞ്ചേഴ്സ് ലിമിറ്റഡിന്റെ 24% വരുന്ന ഓഹരികൾ 4,194 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കും. GPT ഇൻഫ്രാ പ്രോജക്ട്സ് 2027 സാമ്പത്തിക വർഷത്തിൽ 27 മുതൽ 30% വരെ വരുമാന വളർച്ചയാണ് കമ്പനി ലക്ഷ്യമിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഐനോക്സ് ഇന്ത്യ പലവിധ ഓർഡറുകളിൽ നിന്നായിട്ട് 322 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സബ്ബെക്സ് ഒരു പ്രമുഖ വടക്കേ ആഫ്രിക്കൻ ടെലികോം ഓപ്പറേറ്ററുമായി 5 വർഷത്തേക്കുള്ള കരാർ കമ്പനിക്ക് ലഭിച്ചു. ഏകദേശം $1.93 മില്യൺ ആണ് കോൺട്രാക്ടിന്റെ മൂല്യവും. റേറ്റ് ഗെയിൻ ട്രാവൽ ടെക് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ 4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 27.7%-ന്റെയും റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 174.48%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ഇമാമി നെറ്റ് പ്രോഫിറ്റില് 12%-ന്റെയും റവന്യൂവില് 4%-ന്റെയും ഇടിവ് രേഖപ്പെടുത്തി. പേജ് ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റില് 8.98%-ന്റെയും റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 14.07%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. വിവോക് ഇന്ത്യ പ്രോഫിറ്റില് 80%-ന്റെയും റവന്യൂവില് 29%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. JSW സിമെന്റ് നെറ്റ് പ്രോഫിറ്റില് 2162%-ന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്. അതായത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 16 കോടി രൂപ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഇത്തവണ 362 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 11%-ന്റെ വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 50 പൈസ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.